ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടല്ല. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, നമ്മുടെ ചാനലും ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ 1K എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറുതായിരിക്കും. എനിക്ക് 1K എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെയാണ്. 1K എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതായിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ്, നിങ്ങളെ ഈ സപ്പോർട്ട് ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് എനിക്ക് തരിക. എനിക്ക് മാത്രമല്ല, പുതുതായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ യൂട്യൂബിലേക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ലൊരു സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. അതുപോലെ എൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കുന്നത്, നമുക്ക് വാട്സപ്പിലൂടെ ഒക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അതാണ് നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മളിത് വെറുതെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങ് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആളുകളൊക്കെ കണ്ട് കമൻസ് പറയുന്നല്ലാണ്ട് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മൾക്ക് ഭയങ്കരധികം സപ്പോർട്ട് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരു 1K എന്നല്ല നമ്മളുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഫുഡ് റെസിപ്പീസ് മാത്രമായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് വന്നതല്ല. നമുക്ക് ഫുഡ് ആൻഡ് ട്രാവല് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ നമുക്കിപ്പോൾ കൊറോണൻ്റെ ഈ ഒരു ടൈം ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് ഫുഡ് റെസിപ്പീസ് അതും ഡെയിലി ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരുന്നത്. ഡെയിലി ഇടാൻ തന്നെ കാരണം നമുക്ക് പെട്ടെന്ന് ഒരു 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ എൻ്റെ വ്യൂവേഴ്സ് അധികവും സബ് ചെയ്യാതെ കാണുന്നവരാണ്. 90% ആളുകളും സബ് ചെയ്യാതെ കാണുന്നവരാണ്. കാരണം നമുക്ക് വ്യൂസൊക്കെ 3000-ന്റെ മുകളിൽ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് സബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോണില്ല. നമുക്കതൊരു നല്ലൊരു കാര്യമാണ് തന്നെ. അപ്പോൾ നിങ്ങൾ മുന്നോട്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വേറെന്താ, അപ്പോൾ ഇനിയും നിങ്ങളുടെ നല്ല നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി മറ്റു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ ബൈ.